എന്നാ നമുക്ക് തുടങ്ങാം. ഞാൻ ബാറ്റ് ചെയ്യാം. ഞാൻ ബോൾ ചെയ്തോളാം. ഞാനാ ബോൾ ചെയ്യുന്നത്. അങ്ങനെ ബോൾ ചെയ്യണ്ടല്ലോ. ഞാൻ രവിശാസ്ത്രിയെ പോലെ സിക്സർ അടിക്കും. അങ്ങനെ ഇപ്പൊ രവിശാസ്ത്രി ആവണ്ട, എന്താവണമെന്ന് ഞങ്ങൾ പറയും, അതങ്ങ് അയച്ചാ മതി. രവിശാസ്ത്രി കണ്ടില്ലേ? എന്നാ പിടി. എനിക്ക് കളിയൊക്കെ അറിയില്ല കേട്ടോ, ചിരിക്കില്ലേ? എന്നിട്ടേ അങ്ങനല്ല. എന്തിനാ ചിരിക്കുന്നത്? എന്താ ഇപ്പൊ തമാശ ഉണ്ടായേ? സോറി രാവണേട്ടാ. എന്ത് സോറി? ഞാൻ രാവണേട്ടന് ഒരു സമ്മാനം തരാൻ ഇരിക്കുകയായിരുന്നു. ഇനി എന്തിനാ തരുന്നത്? ഇപ്പൊ തന്നെ കിട്ടിയല്ലോ. മൂക്കിന്റെ പാലം പോയി. എന്തിനെന്നറിയോ? എന്നെ ആ സ്കൂൾ പിള്ളേരെടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയതിന്. എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? സ്കൂൾ പിള്ളേരെ രക്ഷപ്പെട്ട് ഇപ്പൊ ചന്ത പിള്ളേരെ കൂടെ ആയില്ലേ? തല തെറിച്ച പിള്ളേരെ കൂടെ കുഞ്ഞല്ലാതെ ആരെങ്കിലും പണ്ടാരടങ്ങോ? എന്തോ ഷേപ്പുള്ള ആളായി നിൽക്കുന്നേ. അച്ഛൻ അവിടെ കരി കയറി നിൽക്കുക. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി പഠിക്കുന്നില്ല. അത് അച്ഛനും കൂടി തീരുമാനിക്കണ്ടേ? കുഞ്ഞിനെ ഇപ്പൊ കോളേജിൽ ചേർത്തിട്ട് വന്നിരിക്കുക. അതിന് ഞാൻ 10ാം ക്ലാസ് തോറ്റല്ലേ? തോറ്റവർക്ക് വേണ്ടിയുള്ളതാണല്ലോ ട്യൂട്ടോറിയൽ കോളേജ്. അച്ഛൻ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുക. കുഞ്ഞിഞ്ഞു വന്നേ. ഓ, എന്തൊരു ക്രിക്കറ്റ് കളിക്കാരാ ഇത്. മാജോന ഇത് പെലൈ. പോയിട്ട് വരാം. ക്രിക്കറ്റ് പറഞ്ഞിടാ, ഫുട്ബോൾ പറഞ്ഞിടാ. മോളെ, നിന്നെ പഠിപ്പിച്ച് ഒരു MA കാരിയാക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അതിന് നീ കൂടി ഒന്ന് മനസ്സ് വെക്കണം. മോക്കറിയാലോ, അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോളെ ഒരു IAS കാരനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത്. ഒരു 10ാം ക്ലാസ്സെങ്കിലും പാസ്സാകാതെ ആരെങ്കിലും വരൂ? എന്റെ അമ്മോ, 10ാം ക്ലാസ് പാസ്സായ പിന്നെ IAS കാരുടെ ക്യൂ ആയിരിക്കും. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാനുള്ളത് ഞാൻ ഇനി പഠിക്കുന്നില്ല ചാ. സ്കൂളിൽ ചെന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ മോളെ കോളേജിലേക്ക് മാറ്റിയത്. ഇനി ആരും കളിയാക്കില്ല. അതിന് ഞാൻ എന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിറ്റു. അതിന് അച്ഛൻ പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാം. മോള് നാളെ തന്നെ പോണം. അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഗന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും പടലും അടിച്ചു വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കിടക്കണു. എന്തിനാ? ഭീമനെ പരീക്ഷിക്കാനായി. സോറി. എന്നിട്ട് സാർ പരീക്ഷിക്കാനായി. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹൈ, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹൈ, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ. ചന്ദ്രിക ഇത് ലോകല്ലേ? നമ്മളിങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? നാട്ടുകാർ നമ്മൾ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത്? അതെ, അതെനിക്കറിയാം. ഭീമൻ നിന്റെ വല്യമ്മയുടെ മോനൊന്നല്ലോ. ഇരിക്കടാ കാശുവണ്ടി മോറൻ. അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കുരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആട്ടെ, ഭീമൻ എന്തിനാ കാട്ടിപ്പോയത്? പൂ പറിക്കാൻ. ഏത് പൂവ്? കല്യാണ സൗഗന്ധിക പൂ. പൂ പറിക്കാൻ ഭീമൻ ഒറ്റയ്ക്കാണോ പോയത്, അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. എന്നാ കവിത പറയൂ. കവിത ഞാൻ പറയണോ? കാനന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. സൈലൻസ്, സൈലൻസ്. ഇതെന്താ ക്ലാസ് റൂമോ അത് ചന്തപ്പരയോ? ശരിയായിട്ടുള്ള ഉത്തരം പറയൂ കുട്ടി. പൂ പറിക്കാൻ പോയപ്പോ ഒറ്റയ്ക്കാണോ പോയത്, അതോ തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു മാഷേ. ആരാ? സിന്ധു, സുമതി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ്. എന്താ മാഷേ, പെണ്ണ് കാണാൻ പോണ്ടോ? മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ നസ്രാണി മലയാളം മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ?
ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ഈ കക്കാണിക്കുന്നത് ബെല്ലടിച്ചു പോയ ആ മാഷ് മാഷേ എനിക്കൊരെണ്ണം കൊണ്ട് തരുമോ? അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടുതരല്ലേ. ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചാ പറ. ഇയാൾ എന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും, എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ എനിക്കൊരെണ്ണം കൊണ്ട് തരൂ? തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണേ 1 2 ചാക്കി അങ്ങോട്ട് തരാം. കല്യാണപ്പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണമെന്ന് എനിക്ക് ഇഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേതാ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാം. കൊറേ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. പൂവാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ്. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക്. 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? പോയി അവിടുന്ന്. സരി ഗമ പദ നി സ സാനി ധ പ മഗരേ സ സരി. എന്റെ കൃഷ്ണാബായി ഇതുപോലെ ആയിരിക്കും. എന്ത് ചെയ്യാ? സരി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി